വി ആർ അനൂപ് തുടരുന്നുണ്ട്. ശ്രീ അനൂപ്, ഇവിടെ വെറുതെ തല്ലുക എന്ന് പറഞ്ഞാൽ പോലെ തല്ലിച്ചതയ്ക്കുക എന്ന് തന്നെ പറയേണ്ടി വരും. കൊണ്ടുവരുന്ന വഴി സുജിത്തിനെ കാറിൽ വെച്ച്, ജീപ്പിൽ വെച്ച് മർദ്ദിക്കുന്നു, പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് മർദ്ദിക്കുന്നു. അത് നമ്മൾ കാണുന്നുണ്ട്. അത് എത്രത്തോളം ഞെട്ടലുണ്ടാക്കുന്നതാണ് എന്ന് നമുക്ക് പറയാതെ വയ്യ. CCTV ഇല്ലാത്തയിടത്ത് ആ പോലീസ് സ്റ്റേഷന് മുകളിൽ പോയി വരെ മർദ്ദിക്കുന്നു എന്ന് സുജിത്ത് പറയുന്നുണ്ട്. പോലീസ് വേഷമിട്ട് കഴിഞ്ഞാൽ എന്തും ചെയ്യാം, ആരെയും തല്ലിച്ചതയ്ക്കാം എന്ന തരത്തിലുള്ള ആ ഒരു ക്രൂരമായ സമീപനം, അതിനുള്ള ധൈര്യം എവിടെ നിന്നാണ് ഇവർക്ക് ലഭിക്കുന്നത്? തീർച്ചയായും ധൈര്യം ലഭിക്കുന്നത് ഈ പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള സമീപനം തന്നെയാണ്. ഇപ്പൊ DIG പറയുന്നത് നിങ്ങൾ തന്നെ കാണിച്ചു, ഇവർക്കെതിരെ ഡിപ്പാർട്ട്മെന്റൽ നടപടികൾ എടുത്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ത് നടപടി എടുത്തു എന്നാണ് അദ്ദേഹത്തിന് വിശദീകരിക്കാൻ കഴിയുക? ഇവർ ഇപ്പോഴും ഈ പറയുന്ന ആരോപണ വിധേയരായ ഈ മർദ്ദക വീരന്മാരായ പോലീസുകാർ തൃശൂർ ജില്ലയിലെ തന്നെ വിവിധ സ്റ്റേഷനുകളിൽ ജോലി ചെയ്യുകയാണ്. അവർക്കെതിരെ ഒരു ആക്ഷൻ, ഒരു ദിവസം പോലും അവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരു അന്തർജില്ലാ സ്ഥലമാറ്റം പോലും അവർക്ക് കൊടുത്തിട്ടില്ല. തൃശ്ശൂർ ജില്ലയിൽ തന്നെ സമീപ പോലീസ് സ്റ്റേഷനുകൾ ജോലി ചെയ്യുകയും ഇത്തരം മർദ്ദനങ്ങൾ നടത്തിയാൽ ഇവരെ തുറന്നു വിട്ടിരിക്കുകയാണ്. വേട്ടപ്പട്ടികളെ തുറന്നു വിടുന്നത് പോലെ സാമൂഹിക പ്രവർത്തകരെ, രാഷ്ട്രീയ പ്രവർത്തകരെ, ഈ സർക്കാരിനെതിരെ ശബ്ദമുയർത്തുന്നു എന്ന് തോന്നുന്ന ആളുകളെ ഇത്തരം മർദ്ദനം നടത്താനുള്ള പൂർണ്ണ അധികാരം പോലീസിന് കൊടുത്തിരിക്കുകയും പൂർണ്ണമായി പോലീസിന്റെ ഉദ്യോഗസ്ഥ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ ഇതിൽ കൂടുതൽ പോലീസ് ചെയ്യുമെന്നാണ് സമീപകാല ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, തൃശൂർ ജില്ലയിൽ തന്നെ പെട്ട പാവർട്ടി എന്ന് പറയുന്ന സ്റ്റേഷനിൽ വിനായകൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അയാളുടെ പ്രശ്നം എന്താണ്? അയാൾക്ക് നേരെ ഉണ്ടായ ആരോപണം എന്ന് പറയുന്നത് മുടി നീട്ടി വളർത്തി എന്നതിന്റെ പേരിൽ. ഇത് ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനത്തല്ല, നമ്മുടെ ഈ പറയുന്ന ഒരു ഇടത് പുരോഗമന സർക്കാർ എന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ പോലീസ് പീഡനത്തിന്റെ ഏറ്റവും വലിയ ഇരയാണെന്ന് പറയുകയും ആ പ്രിവിലേജിന്റെ ബലത്തിൽ നിരന്തരം ഞാൻ ഇരയാണെന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്താണ് നിരന്തരമായി ചെറുപ്പക്കാർക്ക് ഇത്തരം ഒരു ഭീകരതയിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥരെ കടിഞ്ഞാണിടാൻ പോലീസ് സേനയ്ക്ക് കഴിയുന്നില്ല എങ്കിൽ അത് തീർച്ചയായും ആഭ്യന്തര വകുപ്പിന്റെ പരാജയം തന്നെയല്ലേ? തീർച്ചയായും അത്തരമൊരു ചോദ്യം പോലും പ്രസക്തമല്ല. ആഭ്യന്തര വകുപ്പിന്റെ അടിമുടിയുള്ള പരാജയമാണെന്നുള്ള കാര്യം വ്യക്തമാണ്. എന്ന് മാത്രമല്ല, ഞാൻ തുടക്കത്തിലെ ചൂണ്ടിക്കാണിച്ചു, ഒരു വശത്ത് സാധാരണക്കാരോടുള്ള, സാമൂഹിക പ്രവർത്തകരോടുള്ള സമീപനം ഇതാണെങ്കിൽ, മറുവശത്ത് സംഘപരിവാറിനെ പോലുള്ള സാമൂഹിക വിരുദ്ധ ശക്തികൾ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ അവരുടെ ഏറ്റവും സൗമ്യമായ രൂപത്തിലാണ് ഈ പോലീസ് ഇടപെടുന്നത്. എന്ന് മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഈ പറയുന്ന മൃദുഭാവ എന്ന് പറയുന്നത് ഈ സംഘപരിവാർ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിലും ദൃഢകൃത്യ എന്ന് പറയുന്ന ദൃഢഭാവം കാണുന്നത് ഈ പറയുന്ന സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളിൽ, ചെറുപ്പക്കാർ ഇടപെടുന്ന വിഷയങ്ങളിലൊക്കെ അവർ ക്രൂരമായി അടിച്ചമർത്തുന്ന സമീപനമാണ് ഈ പോലീസ്. ഇപ്പോൾ കോടതി ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ വലിയൊരു നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു യൂത്ത് കോൺഗ്രസിനും സുജിത്തിനും ഈ ദൃശ്യങ്ങൾ ലഭിക്കാൻ വേണ്ടി. ഇനി അഥവാ മറിച്ചാണ് സംഭവിച്ചിരുന്നതെങ്കിൽ, ഈ ദൃശ്യങ്ങൾ ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ഈ നീതി ലഭിക്കാതെ അല്ലെങ്കിൽ കാണാമറയത്തെ എന്നൊരവസ്ഥയിൽ തന്നെ ആയിരിക്കില്ലേ ഉണ്ടാവുക? തീർച്ചയായും കോടതിയുടെ ഇടപെടലാണ് ഇതിനെ ഇത്രയും സാധ്യമാക്കിയത്. അത് വളരെ വ്യക്തമാണല്ലോ. പോലീസിന്റെ ഭാഗത്തു നിന്ന് വളരെ തുടക്കം മുതൽ ഇതിനോടടുത്ത സമീപനം അലംഭാവമാണ്. അപ്പോൾ ഇതിൽ ഈ ഇരകളായ വ്യക്തികൾക്ക് നേരിട്ട് കോടതിയെ സമീപിക്കേണ്ടി വന്നു. അതിന്റെ ആദ്യ ദിവസം മുതൽ നേരത്തെ പറഞ്ഞതുപോലെ കള്ള FIR ഇട്ട് ഇവരെ കൊടുക്കാൻ ശ്രമിച്ച ഇതിന്റെ പിറ്റേ ദിവസം മുതൽ കോടതി ഇതിനകത്ത് നടത്തിയ ഒരു വലിയ ഇടപെടലിന്റെ ചരിത്രമുണ്ട്. ആ കോടതി ഇടപെടലിനെ തുടർന്ന് ഓരോ ഘട്ടത്തിലും കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന ഒരു കേസിന്റെ ഒരു ഘട്ടത്തിന്റെ പരിസമാപ്തി മാത്രമാണിത്. പക്ഷെ ഇതിൽ അവസാനിക്കുന്നതല്ല, മറിച്ച് മാതൃകാപരമായി ഈ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുന്നത് വരെ കോൺഗ്രസ് നിയമപരവും രാഷ്ട്രീയവുമായ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയവും വേണ്ട. ഇത് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ കേരളത്തിന്റെ പിണറായിയുടെ പോലീസിന്റെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. ഇതിന് വേണ്ട പരിഹാര നടപടികൾ ഉണ്ടാകുന്നതുവരെ രണ്ടു തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമപരവും രാഷ്ട്രീയവുമായ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകും.